ന്യൂസ് ടുഡേ കേരളത്തിനോടൊപ്പം ഇപ്പോൾ ഉള്ളത് NDAയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ സാറാണ്. ആരോഗ്യരംഗം ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും ആരോഗ്യരംഗത്ത് വളരെ നൂതനമായ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു കാലയളവാണ്. നിർഭാഗ്യവശാൽ കേരളത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് എന്നൊരു വലിയ സംവിധാനം നിലനിൽക്കുന്നു ഇന്ത്യയിൽ. എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് 70 വയസ്സ് പൂർത്തീകരിച്ച സർവ്വമാന ആളുകൾക്കും അവരുടെ ജാതിയോ മതമോ അല്ലെങ്കിൽ വരുമാനമോ ഒന്നും പ്രശ്നമല്ല. 5 ലക്ഷം രൂപയുടെ ചികിത്സാ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപയുടെ ചികിത്സാ പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു താങ്ങാണ്. കാരണം എല്ലാ വീടുകളിലും വയോധികരായ കാരണവന്മാർ ധാരാളമുണ്ട്, പാവപ്പെട്ട ആളുകൾ ധാരാളമുള്ള നാടാണിത്. നിർഭാഗ്യവശാൽ കേരളത്തിൽ ആ പദ്ധതി നടപ്പായിട്ടില്ല. അപ്പോൾ ആരോഗ്യരംഗത്തെക്കുറിച്ച് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറോ ഡെവലപ്മെൻറ്റൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പാവങ്ങളായ ആളുകൾ അല്ലെങ്കിൽ വയോധികരായ നമ്മുടെ കാരണവന്മാർ, നമ്മുടെ അമ്മമാർ, അവർക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ള ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതി ഇവരിവിടെ തകിടമറിക്കാനുണ്ടായി. അത് കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് മക്കളൊക്കെ മറ്റു പല സ്ഥലങ്ങളിൽ പോയി പഠിക്കുമ്പോൾ കാരണവന്മാരായ ആളുകളെ സംബന്ധിച്ച് നോക്കാൻ ആളില്ലാതെ അനാഥാലയങ്ങൾ പെരുകുന്ന ഈ ഒരു കാലയളവിൽ അവർക്കുള്ളൊരു സംവിധാനം, സൗകര്യം കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുമ്പോൾ അന്ധമായ മോഡി വിരോധം കൊണ്ട് കേരളത്തിൽ അത് നടപ്പാകുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ആരോഗ്യരംഗം എന്നും വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. കേരളത്തിലെ ആരോഗ്യരംഗം അതൊക്കെ സത്യത്തിൽ രാജാക്കന്മാരുടെ കാലത്തോട്ട് നടപ്പാക്കിയതാണ്. പ്രത്യേകിച്ച് മന്ത്രിരോഗ നിവാരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് എറണാകുളം ജില്ല മുതൽ തെക്കൻ ജില്ലകളിലെ എല്ലാ ഗ്രാമങ്ങളിലും, മിക്കവാറും എല്ലാ പഞ്ചായത്തിലും ആരോഗ്യ കേന്ദ്രങ്ങളുണ്ടായി. നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിന് മുമ്പ് തന്നെ. അതാണ് പിന്നീട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായി രൂപപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ പ്രാഥമികമായ ആരോഗ്യ കേന്ദ്രങ്ങൾ രൂപപ്പെട്ട സമയത്ത് ഇപ്പോൾ ആദ്യം നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് സ്വീകരിക്കാൻ മടിച്ച് ഒരു ഭാഗത്ത് ഫണ്ട് സ്വീകരിക്കുന്നു. അതിൻ്റെ പെയിൻറ്റിങ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ഫോർമേഷൻ ഉണ്ടായി. അതിന് തടസ്സം നിൽക്കേണ്ട. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എല്ലാ ഗ്രാമങ്ങളിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലകത്ത് നല്ല സംവിധാനങ്ങളോടുകൂടി കേന്ദ്ര ഗവൺമെൻറ് ആസൂത്രണം നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ സമ്പൂർണ്ണമല്ല. മറ്റൊന്ന് വരുന്ന സമയത്ത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ഈ വിഷയങ്ങളെ കാണുമ്പോൾ ഇപ്പോൾ ജനൌഷധി മെഡിക്കൽ ഷാപ്പുകൾ ആരോഗ്യരംഗത്ത് വലിയൊരു ഘടകമാണ്, വിപ്ലവകരമായൊരു സംഭവമാണ്. ചെറിയ പൈസയ്ക്ക് ഒരു 30% മുതൽ 50% വരെ വിലയ്ക്ക് മരുന്ന് കിട്ടുന്നു. അത് ശരിക്കും കേരള ഗവൺമെൻറ് വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം. വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും ഇത് സമ്പൂർണ്ണമാക്കേണ്ടതാണ്. ഇത് സ്വകാര്യ മേഖലയിലുള്ള ആളുകളും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും നേരിട്ട് താല്പര്യമെടുത്താണ് ഈ പ്രധാനമന്ത്രിയുടെ നാമധേയത്തിലുള്ള ഈ മെഡിക്കൽ ഷാപ്പുകൾ ഇന്ന് കേരളത്തിൽ നടപ്പായി മുന്നോട്ട് പോകുന്നു. മറ്റൊന്ന്, ഇപ്പോൾ മെഡിക്കൽ കോളേജ് സംവിധാനങ്ങളിലാണെങ്കിലും ജില്ലാ ആശുപത്രിയിലാണെങ്കിലും താലൂക്ക് ആശുപത്രിയിലാണെങ്കിലും ആധുനികവൽക്കരണം നടക്കുന്നില്ല. അവിടുത്തെ കെട്ടിടങ്ങളോ, ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് കോട്ടയത്തെ കെട്ടിടം ഇടിഞ്ഞു പൊളിച്ച് താഴെ വീണത്. അപ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ ആധുനികവൽക്കരണമോ അല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേഷൻ ഉണ്ടാകുന്നു, കാലാനുസൃതമായ മാറ്റം ആശുപത്രികളിൽ വളരെ ഗൗരവത്തോടു കൂടി നടപ്പാക്കുന്നില്ല. അതിനുവേണ്ടി ബഡ്ജറ്റിൽ നീക്കി വെക്കുന്ന തുകയുടെയും എണ്ണം കുറവാണ്. ഇപ്പോൾ ആ സമയത്താണ് കേന്ദ്രം എയിംസ് പോലുള്ള വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ആ പദ്ധതികൾ കേരളത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നതിന് പകരം കേരളത്തിൽ ഇവർ രാഷ്ട്രീയം കളിക്കുകയാണ്. പല സ്ഥലങ്ങൾ കൊടുക്കുക, അവസാനം കോഴിക്കോട് ഒരു സ്ഥലം കൊടുക്കുക, ആ സ്ഥലത്തെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യമായ രേഖകൾ കൊടുക്കാതിരിക്കുക, കാലതാമസം ഉണ്ടാക്കുക. അപ്പോൾ കേരളത്തിൽ വരേണ്ടതായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ നഷ്ടപ്പെടുത്തുക. അപ്പോൾ കേരളത്തിൽ ആരോഗ്യരംഗത്ത് വലിയ രീതിയിലുള്ള രാജാക്കന്മാരുടെ കാലം മുതൽ വലിയ നിഷ്ഠയും ആരോഗ്യരംഗത്ത് വലിയ പരിപാലനവും ഒക്കെ നടന്നിരുന്ന പ്രദേശമാണ്. വേറെ ഭാഗത്ത് പരമ്പരാഗത രംഗത്തും ആയുർവേദത്തിൻ്റെ ആണെങ്കിലും ഹോമിയോയിലൊക്കെ വലിയ അടിവേറുള്ള നാടാണ് കേരളം. അങ്ങനെയുള്ള ആ ആരോഗ്യരംഗം ഇന്ന് ഏതാണ്ട് വഷളായിരിക്കുന്നു. അതിനൊക്കെ ഒരുപാട് കണക്ഷനുണ്ട്. കാരണം നാട്ടിലുള്ള മാലിന്യ സംസ്കരണം അതിൻ്റെ കണക്ഷനാണ്. അവിടെ നിന്ന് ഇപ്പോൾ പുതിയ അസുഖങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കേന്ദ്രങ്ങളാണ് കേരളത്തിലെ നഗരങ്ങളും അതിൻ്റെ പ്രദേശങ്ങളൊക്കെ. അതിനൊക്കെ ഒരു ആധുനികമായ രീതിയിലുള്ള സംസ്കരിക്കുന്ന സംവിധാനങ്ങളില്ല. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ കൊച്ചി പോലുള്ള മഹാനഗരങ്ങളിൽ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് വലിയൊരു സ്ഥലം ഇട്ടേക്കുക, അവിടെ കൊണ്ട് മാലിന്യം കൂമ്പാരമാക്കിയിടുന്നു, അതിൻ്റെ കത്തിക്കുക. അപ്പോൾ ഒരു 16-ാം നൂറ്റാണ്ടിലെ കലാപരിപാടിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ഇൻഡോർ പോലുള്ള അതിൻ്റെ വലിയ മഹാനഗരങ്ങളുടെ നടുക്കാണ് ഈ മാലിന്യ സംസ്കരണ പ്ലാന്റുള്ളത്. ഒരു സ്മെല്ലില്ല, സംവിധാനങ്ങളില്ല. ഇവിടെ മാലിന്യം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വലിയ ലോറികളിലായി കൊണ്ടുപോകും, ഒരു പാക്കഡ് സംവിധാനം പോലും ഇല്ല. അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ അസുഖം ബാധിക്കും. പുതിയ അസുഖങ്ങളുടെ പ്രൊഡക്ഷൻ കേന്ദ്രങ്ങളാണ് ഈ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളും അതിൻ്റെ മൊബൈൽ
സംവിധാനങ്ങളും. അപ്പോൾ ഒരു ഭാഗത്ത് അസുഖങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക, വേറെ ഭാഗത്ത് അതിന് നിഷ്കർഷയോടുകൂടി നടപടിക്രമങ്ങൾ എടുക്കാതിരിക്കുക. എല്ലാ ആശുപത്രികളുടെ സ്ഥിതിയാണല്ലോ. കേരളത്തിലെ ഏത് ആശുപത്രി പോയാലും അതിൻ്റെ സ്ഥിതിയാണ് ഇതാണ്. അതിൻ്റെ ഒരു കരുതൽ നമ്മുടെ ഇവിടെ ഇല്ല. പ്രത്യേകിച്ച് കേരളത്തിലെ നേഴ്സുമാരാണ് ലോകത്ത് മുഴുവൻ ആളുകളെ പരിചരിക്കുന്നത്. അതിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് വലിയ പങ്കുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോയാൽ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിൽ വളരെ നിഷ്ഠയോടുകൂടി 100% ഡെഡിക്കേറ്റഡായി സ്നേഹപുരസ്സരം ആളുകളെ ശുശ്രൂഷിക്കുന്ന ഒരു വലിയ സമൂഹമുള്ള നാടാണ് കേരളം. ഇവിടെ അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല, ഇവർക്ക് ജീവിക്കാനുള്ള സംവിധാനം കേരളത്തിലില്ല, അവർക്ക് നാടുവിട്ട് പോകും. ഇവിടെ ആരോഗ്യം എന്തൊക്കെ ചെയ്യുന്നു, ഒരു കൃത്യതയില്ലാതെ ആരോഗ്യരംഗം താറുമാറായൊരു കാലയളവാണ്. ഇപ്പോഴത്തെ ഈ പ്രശ്നമുണ്ട്, ശസ്ത്രക്രിയാ സമയത്ത് വയറ്റിൽ കത്രിക കുടുങ്ങിയ ഒരവസ്ഥ, അതിനെക്കുറിച്ച് എന്താണ് പ്രതികരണം? അതെനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അത് ഇഷ്ടംപോലെ ഉണ്ടെന്ന് എൻ്റെ അഭിപ്രായം. അതിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവം, കട്ടിലിന് മുകളിൽ താഴെ വീണൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, കത്രിക കൊടുങ്ങുന്ന സംഭവങ്ങൾ, ഒരുപാട് സംഭവം. അതൊക്കെ ഒരു അനാസ്ഥയാണ്. ഒരു സർക്കാരിൻ്റെ ആരോഗ്യരംഗത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യക്ഷമതയില്ലായ്മയും കെടുകാര്യസ്ഥതയും സംവിധാനത്തിൻ്റെ പ്രശ്നമാണല്ലോ. നമ്മൾ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഉന്നതരായ ഡോക്ടർമാരുടെ വെളിപ്പെടുത്തലുകൾക്ക് ബാക്കിയേക്കേണ്ടത് നമ്മൾ മറന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണുന്നില്ല. തപ്പിയൊക്കെ ചിലപ്പോൾ നമ്മുടെ അവിടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയവരുടെ കഴുത്തിലൊക്കെ അകലേക്ക് വയറ്റിലൊക്കെ ഓരോ കത്രികയ്ക്ക് സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ സാറാണ്. കേരള കാമരാജ് കോൺഗ്രസിൻ്റെ സംസ്ഥാന ചെയർമാനാണ്. അദ്ദേഹം പ്രതികരിക്കുന്നതാണ്. വയറ്റിനകത്ത് കത്രിക ഇട്ടിട്ട് എത്രയോ ആശുപത്രികളെയും ഡോക്ടർമാരെ അവർ കണ്ടു, അവരെല്ലാം ഗുളിക മരുന്നും കൊടുത്തു, പക്ഷേ കത്രിക ഉണ്ടെന്ന് കണ്ടുപിടിച്ചില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു ഉപേക്ഷ കുറവാണ് ഡോക്ടർമാർക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വെച്ച് തന്നെ ഞാൻ ഒരു ഡോക്ടറെ പരിചയപ്പെട്ടു, മെഡിക്കൽ കോളേജിലുള്ളതാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാൽ ഈ ഓപ്പറേഷൻ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും തിരിച്ചു വന്നോന്ന് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് പോവേണ്ടതെന്നാണ്. അതായത് കത്രിക, അതിന് സംവിധാനങ്ങളുണ്ടല്ലോ, അതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി ഓക്കെ പറഞ്ഞിട്ടാണ് അവർ പിരിയേണ്ടത്. അപ്പോൾ ഇവിടെ എണ്ണിയില്ലേ, തിട്ടപ്പെടുത്താൻ അത്യാവശ്യം നീളമുള്ളൊരു കത്തിരി അതിനകത്ത് കിടക്കുക. ഇത് എന്തിനു വേണ്ടി ഇതൊക്കെ എന്നുള്ളത്. ഇപ്പം നമ്മൾ ആരോഗ്യവകുപ്പ് മന്ത്രി സുഖം നല്ല ആരോഗ്യ കേരളം എന്നൊക്കെ പറയുമ്പോഴും ഈ പാവപ്പെട്ടവൻ്റെ അവിടെ മെഡിക്കൽ കോളേജിലൊക്കെ ഓടിപ്പോണത് പാവങ്ങളാണ്. പൈസ ഉള്ളവരൊക്കെ ഇവിടെ വലിയ ആശുപത്രിയിലാണ് പോണത്. പാവപ്പെട്ടവൻ പോകുമ്പം കത്തിരി അകത്തിട്ട് തുന്നി പറക്കി അയക്കുന്ന ഈ ഡോക്ടർമാരെയൊക്കെ അപ്പോഴും പിടിച്ച് അകത്താക്കണം. ഇവർ പിന്നെ സമരം ചെയ്യും, ഇതൊന്നുമല്ല, ഇവരൊക്കെ പിടിച്ച് അകത്താക്കണം. ഈ ചെയ്യുന്ന അനീതി കത്തിരിയൊക്കെ അകത്തിട്ട് അതിനിപ്പോൾ തന്നെ ആ ആശുപത്രിയിൽ ഒരു 4 മാസം 6 മാസം മുമ്പേയും 1 വർഷത്തിനകത്തൊക്കെ ചികിത്സയ്ക്ക് പോയി എല്ലാവരെയും വയറ് പരിശോധിക്കണം. ബാക്കി കത്തിരിയും കമ്പുമൊക്കെ അതിനകത്ത് കിടക്കണമെന്ന് അങ്ങനെ അറിയും. അപ്പോൾ എല്ലാവരും പരിശോധിക്കണം. ആരോഗ്യവകുപ്പ് അതിനാണ് തയ്യാറാവേണ്ടത്. ആ ആശുപത്രിയിലും തൊട്ടടുത്ത ആശുപത്രി, കോഴിക്കോട് ആശുപത്രി, ഇങ്ങനെയുള്ള പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ ചികിത്സയ്ക്ക് പോയവർ, ഇത്തരത്തിലുള്ള ഓപ്പറേഷന് വിധേയമായവരുടെ ഈ സ്കാനിങ് നടത്തി ഇനി എന്തെല്ലാം ഉപകരണങ്ങളുണ്ടെന്നുള്ള കണ്ടുപിടിക്കണം. എന്നാലേ ഇതിൽ നീതി കിട്ടൂ. യഥാർത്ഥത്തിൽ ഇപ്പോൾ 2 എണ്ണം കണ്ടുപിടിച്ചു. അത് തന്നെ രണ്ടാമത്തെ ആളിൻ്റെത് ഇപ്പോൾ അറിയുന്ന വിവരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് പതുക്കെ ഇതങ്ങ് ഓപ്പറേഷൻ ചെയ്തെടുക്കാൻ ആരും പറയരുതെന്നാണ്. പുറത്തറിയരുത് എന്ന് പറയുന്ന ഡോക്ടർമാർ. പക്ഷേ 20 വർഷം കിടന്നാലും കുഴപ്പമില്ലെന്നും പറയും. ഇപ്പോൾ 20-50 വർഷമൊക്കെ ഉള്ള കമ്പികളൊക്കെ ശരീരത്തിൽ ഇടുന്നുണ്ടല്ലോ, ഒന്നും ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് അതിനകത്ത് ഇട്ടിട്ട് പോയി എന്നുള്ളതല്ലല്ലോ. ഇതല്ലെങ്കിൽ ഇത് പ്രൈവറ്റ് ആശുപത്രിയിലുള്ള ആരോ ഒക്കെ കൂടി സ്വാധീനിച്ച് ഇതിനകത്താക്കിയിട്ടിട്ട് വാർത്തയാക്കണതാണ് കാര്യം. മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഈ കത്തിരി അകത്താവും. അതുകൊണ്ട് ഈ പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സിക്കണമെന്ന്. പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സിച്ചാലും ഇത് തന്നെ. അവിടെ പെയ്യാൽ മരിക്കാറായവനെല്ലാം അവയവ കച്ചവടമാണ്. ഇവിടുത്തെ വലിയ ആശുപത്രികളിലുള്ള അവയവ കച്ചവടമാണ്. ഒരു കാര്യപ്പെട്ട ഒരു ആക്സിഡൻറ്റ് കിട്ടി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് കൊടുത്ത് കണക്ക് കുറച്ചിലാണ് ഇപ്പുറത്തും. ആരോഗ്യ മേഖല മുഴുവൻ ആളുകൾക്ക് അബദ്ധം തന്നെയാണ് പറ്റിയിരിക്കുന്നത്. അതിന് ഈ മന്ത്രി വാർത്താമാധ്യമങ്ങൾക്ക് വല്ലതൊക്കെ കൊള്ളാം. ഇത്തരം കാര്യങ്ങൾക്കൊന്നും പറ്റിയ മന്ത്രിയല്ലേ ഇപ്പോൾ ഇരിക്കുന്നത്. അവർക്ക് ചർച്ചയ്ക്കൊക്കെ അവർ കൊള്ളാം, ചർച്ച ചെയ്യാനും കൊള്ളാം. ഈ 5 വർഷത്തെ കണ്ണീരിനാര് സമാനം പറയും? 5 വർഷം ഇവർക്ക് വന്ന ഈ അസുഖങ്ങൾ, എന്തെല്ലാം അസുഖം വന്നിരിക്കും. ഒരു ചെറിയ സൂചി തൊട്ടാലുള്ള വേദന അറിയുമല്ലോ, അതും വയറ്. അതിനാര് പറയും? എനിക്ക് ബലമായ സംശയം ഇത് ഏതോ ഡോക്ടർമാർ കള്ളോ കഞ്ചാവോ ഒക്കെ അടിച്ചുകൊണ്ടിരുന്നായിരിക്കും വലിച്ചു കീറിയത്. എന്നിട്ട് അറിഞ്ഞുകൂടാത്ത ആളുകൾ പഠിക്കാൻ വന്ന വിദ്യാർത്ഥികളൊക്കെ കൂടി പറക്കിയിട്ട് കളിപ്പരുമായിട്ട് അങ്ങ് കെട്ടിക്കെട്ടി വിട്ട് 5 വർഷമായപ്പം ഇപ്പോൾ അടുത്തൊരു ഡോക്ടർ കണ്ടുപിടിച്ചു. ഇത് തന്നെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലാണെങ്കിൽ അവരൊതുക്കി തീർക്കുമായിരുന്നു. ഇത് പുറത്തു വന്നു. ഇത് പ്രൈവറ്റ് ആശുപത്രിയായാലും സാധാരണ കാണാൻ പോകുന്ന മെഡിക്കൽ കോളേജ് ആയാലും ഇത്തരം അനീതികൾ നിരവധി ഉണ്ട്. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നത് ഒരു കൊച്ചു ശസ്ത്രക്രിയ നടത്തി. എന്നിട്ട് ആ ശസ്ത്രക്രിയയ്ക്കുള്ള സാധനങ്ങളുടെ പൈസ കൊടുക്കാനാണ് പറഞ്ഞത്. ഉച്ചക്കടയുള്ള ആളാണ് എന്നെ വിളിച്ച്. അപ്പോൾ ഞാനോട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ശസ്ത്രക്രിയ ഉപകരണത്തിൻ്റെ പൈസ കൊടുക്കണമെന്നാണ്. എല്ലാവരുടെയും ഉപകരണത്തിൻ്റെ പൈസ വാങ്ങിക്കുകയാണ് ശസ്ത്രക്രിയയ്ക്ക്.
അപ്പോൾ സാധാരണക്കാരന് അവിടെ ചെന്ന് കടവും വാങ്ങിച്ച് ചികിത്സിച്ച് അത് ശസ്ത്രക്രിയയുടെ പൈസ കൊടുത്തിട്ട് വരേണ്ട സ്ഥിതി. ഇവർക്ക് ശ്രദ്ധിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടോ ഇത്തരം കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കപ്പെടണമുണ്ടോ ആണ് ഈ കത്തിരികൾ കിടക്കുന്നത്. ഇനി കമ്പി കാണും അടുത്ത് സ്കാൻ ചെയ്യുമ്പം. ഇനി കോടാലിയോ അങ്ങനെയുള്ള വലിയ ഐറ്റം ഉണ്ടോ എന്നേ എനിക്ക് സംശയമുള്ളൂ. അതുകൊണ്ട് സ്കാൻ ചെയ്ത് നോക്കണം. സ്കാൻ ചെയ്ത് നോക്കിയാൽ ആയിരക്കണക്കിന് ആളുകളുടെ ഇതിലുള്ള കത്തിരികൾ കണ്ടുപിടിക്കാൻ കഴിയും. ആരോഗ്യരംഗത്ത് ആളുകളിനി പേടിച്ച് ചികിത്സിക്കാൻ പോകാത്തൊരവസ്ഥ വരാതിരിക്കണമെങ്കിൽ, വിശ്വാസത്തിലെടുക്കണമെങ്കിൽ അത് പ്രൈവറ്റോ മെഡിക്കൽ കോളേജോ ഒന്നുമുള്ളതല്ല, ഒരു നിരീക്ഷണം ആവശ്യമാണ്. അല്ലെങ്കിലോ ഈ ശസ്ത്രക്രിയയൊക്കെ പൂർത്തീകരിച്ചിട്ട് സ്കാനിങ് കൂടി എടുക്കാമായിരുന്നല്ലോ. ഒരു സാധാരണ ഇത് പൂർണ്ണമായിട്ട് വിജയിച്ചെങ്കിലും ശസ്ത്രക്രിയ പൂർണ്ണമായോ എന്ന് നോക്കാൻ ഒരു സ്കാനിങ് കൂടി എടുത്തിരുന്നെങ്കിൽ ഈ 5 വർഷം വേണ്ടായിരുന്നു ഇതെടുക്കാൻ. എന്തായാലും പാവമായിപ്പോയി, ദയനീയമായിപ്പോയി.